ഇപ്പം മാസ് ഫിലിം എന്ന് പറയാൻ നേരത്ത് പ്രേക്ഷകൻ സ്വാഭാവികമായിട്ട് അത് ചിന്തകൾ ഇമാജിനേഷൻസ് അസോസിയേറ്റ് ചെയ്യുന്ന കുറെ ചിത്രങ്ങൾ, ഇപ്പൊ നായകനാണെങ്കിലും ബിസ്ബി ആണെങ്കിലും ഭീഷ്മറാണെങ്കിലും അത്തരം കുറെ ചിത്രങ്ങളായിരിക്കും മനസ്സിൽ ആദ്യം വരിക. അപ്പം ഇവര് മമ്മൂക്കനെ വെച്ചിട്ട് ഒരു ആക്ഷൻ സിനിമ ചെയ്യണം എന്നൊരു തോന്നലുണ്ടാകുന്നിട്ട് ഇങ്ങനത്തെ ഇമാജിനേഷൻസിനെ ബ്രേക്ക് ചെയ്യണം എന്നൊരു തോന്നൽ ഉണ്ടായിരുന്നു. ഇത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. ഇതിലങ്ങനെ ഒരു പ്യൂർ മാസ് സിനിമ എന്ന് പറയാവുന്ന എനിക്കല്ല. ആക്ഷൻ ഡ്രാമയാണ് ഇതിൻ്റെ ഒരു പ്രോപ്പർ ജോണർ എന്ന് പറയാവുന്നത്. പിന്നെ കുറച്ച് ഹ്യൂമർ എലമെന്റ്സുകൾ കഥാപാത്രത്തിന്റെ ഭാഗമായി, കഥയുടെ ആ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നതിന്റെ ഭാഗമായി അയാൾ തന്നെയുള്ള ഒരു ഹ്യൂമർ എലമെന്റ് ഉണ്ട് എന്നല്ലാതെ അതല്ലെങ്കിൽ അതൊരു ആക്ഷൻ ഡ്രാമ ജോണറിൽ പെടുന്ന സിനിമയാണ്. അതിന്റെ നമുക്ക് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അത് ട്രാവൽ ചെയ്യുന്ന പ്രതലങ്ങൾ വേറെ വേറെയാണ്. നമ്മളിപ്പോൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച സിനിമകളിലൊന്നും ഉള്ള ഒരു സാഹചര്യങ്ങളിലൂടെ അല്ല ഈ കഥാപാത്രം ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു വ്യത്യാസം അല്ല അതിൽ തന്നെ ഉണ്ടാവുന്നുണ്ട്, സിനിമയുടെ യാത്രയിൽ ഉണ്ടാവുന്നുണ്ട്. അപ്പം അതിനൊന്നും വേണ്ടി നമ്മളൊന്നും പ്രത്യേകിച്ച് ചെയ്യേണ്ടി വരുന്നില്ല. പിന്നെ ട്രീറ്റ്മെന്റിന്റെ മെത്തേഡുകളിലൊക്കെയുള്ള കാര്യങ്ങളിൽ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും, സ്വാഭാവികമായും ഈ സിനിമയിലുണ്ടാവും. മമ്മൂട്ടി ചിത്രം ചെയ്യാൻ നേരത്തെ എപ്പോഴും മമ്മൂക്കനെ കൊണ്ട് ഫൈറ്റ് ചെയ്യിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണല്ലോ. അത് ഞാൻ പൊതുവെ ആക്ഷൻ സിനിമകൾ കൂടുതൽ ചെയ്യുന്നതുകൊണ്ടാണ്. സ്വാഭാവികമായും അതിൽ ഹീറോസ് ആക്ഷൻ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പൊ അങ്ങനെ ആക്ഷന് പ്രാധാന്യമുള്ള സിനിമയാണ് ഈ സിനിമയും. അപ്പൊ അതിനൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മിനിസ്റ്റർ രാജ വരാറായി. വേണോ? അതെ, ഇനിയിപ്പോ നമുക്ക് ടർബോ കഴിയട്ടെ. നമ്മുടെ ഈ ജോസേട്ടായി എന്ന് വിളിക്കുന്ന ജോസ് നാട്ടിൻപുറത്തെ ചെറിയ പള്ളിപ്പറമ്പിലൊക്കെ ചെറിയൊരു ഷോ അടിയും എന്തെങ്കിലുമൊക്കെ വഴക്ക് വന്ന അങ്ങനത്തെ ഒരു അടിക്കാരനോ അല്ലാണ്ട് വലിയ ഗുണ്ടയോ റൗഡിയോ മാഫിയ കിങ്ങോ അങ്ങനത്തെ ഉള്ള ആളൊന്നും അല്ല. നാട്ടിൻപുറത്തൊരു ഡ്രൈവറാണ്. ടൂറിസ്റ്റുകളെ ഈ ഹൈ റേഞ്ചസിൽ കൊണ്ടുവന്ന് ഭയങ്കര അവിടെ ചില ഡ്രിഫ്റ്റിംഗ് ഒക്കെ ചെയ്ത് അങ്ങനെ അവരെ ഇംപ്രസ് ചെയ്യുന്ന ആളാണ്. പക്ഷെ അത് പടത്തിൽ കാണിക്കുന്നില്ല. ഈ പുള്ളി ഇയാളേക്കാൾ 100 ഇരട്ടി ബലമുള്ള ആൾക്കാരുടെ മുമ്പിൽ പെട്ട എന്തായാലും സ്ഥിതി. അതാണ് ഈ സിനിമ ചുരുക്കി പറഞ്ഞത്. അതിനകത്തുള്ള അടിയെ നടക്കുള്ളൂ. മനസ്സിലാവുന്നുള്ള ഞാൻ പറയാം. നമ്മളെങ്ങാനും പോയി സാധാരണ മനുഷ്യർ പോയി എവിടെയെങ്കിലുമൊക്കെ പെട്ടാൽ വീട്ടിൽ കൊണ്ട് പൊമ്പരമായി പോകും. പക്ഷെ ജ്യൂസ് പിടിച്ച് നിൽക്കുന്നു എന്നുള്ള നമ്മുടെ ഒരു സമാധാനം. അതിനൊരു സർവൈവൽ സ്വഭാവം ഉണ്ട് സിനിമയ്ക്ക്. കഥ ഞാൻ പറഞ്ഞില്ലെന്ന് പറയുന്നത് ഇതാണ് കഥ. ഇപ്പോൾ ട്രൂത്ത് ഗ്ലോബലിന്റെ ഈ ട്വിറ്റർ ഹാൻഡിൽസിലൊക്കെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. അതായത് ടർബോ ആണ് ഏറ്റവും അധികം വലിയ റിലീസ് വരാൻ പോകുന്നത് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ, ഇതായിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ ഉണ്ടാവുക, അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരുമല്ലോ. അതിനോടൊക്കെയുള്ള പ്രതികരണം എങ്ങനെ? മലയാള സിനിമയെ ഇതുവരെ ഇറങ്ങാത്ത രാജ്യങ്ങളിൽ നിന്നടക്കം എൻക്വയറി വരുന്നുണ്ട്. അവിടെ റിലീസാവണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ ഇതെല്ലാം ഇക്കടെ അപ്രൂവലിനനുസരിച്ചിരിക്കും. ഇക്ക ഓക്കെ പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ടായിരിക്കും. അതൊരു വലിയ റിലീസ് തന്നെ ആയിരിക്കും. റിലീസാവട്ടെ, ആൾക്കാർ കാണട്ടെ. ഇപ്പം എംഎൽഎ തരൂ. ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്ത രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആണ് തമാശ. അല്ല, അവിടെ ഈ പറയുന്നതോടെ ഒരുപാട് നമ്മുടെ ആൾക്കാരുണ്ടാവുമല്ലോ. ഒരു ഷോ 2 ഷോ 3 ഷോ, പിന്നെ ഓരോ ദിവസം കൂടുതൽ ഷോ അങ്ങനെയൊക്കെ വരുന്നുണ്ട്. ഏതായാലും ആളുകൾ എന്തൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വേറൊരു ടെൻഷൻ. മമ്മൂക്കയോട് ചോദിച്ചിട്ടാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്തിരിക്കുന്നത്. ഏത് സിനിമ ഞാൻ ചെയ്യുമ്പോഴും അതിന്റെ നിർമ്മാതാക്കളോട് ചോദിച്ചിട്ട് തന്നെയാണ് എല്ലാ കാസ്റ്റിങ്ങും ചെയ്യാറുള്ളത്. കാരണം അവരാണല്ലോ പൈസ കൊടുക്കേണ്ടത്. അവരോട് ചോദിക്കാതെ ഒരു കാസ്റ്റിംഗ് വെക്കാൻ പറ്റില്ല. ഇതിൽ കുറെ താരങ്ങൾ തമിഴ് പല ഭാഷയിൽ നിന്നുള്ള താരങ്ങൾ, അവരൊന്ന് പേരുകളൊന്ന് പറയുകയാണെങ്കിൽ. ഇതിനകത്ത് മേജർലി നമുക്കുള്ളത് ഇദ്ദേഹവും സുനിലുമാണ്. അദ്ദേഹത്തിൽ നിന്ന് വരാൻ പറ്റും. പിന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള നിങ്ങൾ കണ്ടിട്ടുള്ള ഒരുപാട് പേരുണ്ട്. പ്രൊഡ്യൂസർ എന്ന നിലയിൽ മമ്മൂക്ക ഇതിന്റെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. അപ്പൊ ആക്ടർ പ്രൊഡ്യൂസറിന് അടുത്ത് എങ്ങനെയാണ് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളായിരുന്നു. മമ്മൂക്ക കേട്ടിരുന്നോ? മമ്മൂക്കയാണ് ഈ സിനിമയുടെ പ്രൊഡ്യൂസർ, ആക്ടറുമാണ്. ആക്ടർ എങ്ങനെയാണ് ഈ പ്രൊഡ്യൂസറിന്റെ അടുത്ത് ശമ്പളം പറഞ്ഞതെന്ന് പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. ശമ്പളമൊക്കെ പറഞ്ഞിട്ടുണ്ട്, തരികയും ചെയ്യും. അന്നിലെ പിടിച്ചു മേടിക്കും. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വിട്ടുവീഴ്ച ചെയ്യുമോ? വിട്ടുവീഴ്ച ചെയ്യേണ്ട വരില്ല. അങ്ങനെ പരിപാടി ഉണ്ടെങ്കിൽ തന്നെ ഇവർ തരാതെ പറ്റിക്കലേ ഉണ്ടാവും. നമ്മൾ വിട്ടുവീഴ്ച ചെയ്യേണ്ട അതെ, വിട്ടുവീഴ്ച ചെയ്താൽ അവര് അത് ശീലമാക്കും. പിന്നെ തരാതെ പറ്റിക്കാം, അത് നമുക്ക് ഉണ്ടാവും. അപ്പോൾ
ചേട്ടാ ഇതൊരു റിയൽ ഇൻസിഡൻസ് ബേസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ ഈ സിനിമയിൽ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശരിക്കും അങ്ങനെ തന്നെ ആണോ? അത് ആ സ്കാമുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ്. അത് കാണാം നിങ്ങൾക്ക്. സ്കാമുമായി ബന്ധപ്പെട്ട് പിന്നെ ഒരാളുടെ ഒരു കുഞ്ഞു ഒരു 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 ജീവിതത്തിൽ നടന്ന ഒരു റിയൽ ഇൻസിഡന്റിന്റെ ഒരു പീസും കൂടെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ 2 കാര്യങ്ങൾ ഇതിനകത്ത് ബന്ധപ്പെട്ടിരിക്കുന്നു. നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? നമുക്ക് ഫഹദിന്റെ രാജമാണിക്യം കണ്ടിരുന്നോ? ഇപ്പം ഫഹദിന്റെ ഒരു പേഴ്സണൽ ഡിസ്കഷനിൽ പറയണ്ടായി രാജമാണിക്യം ചട്ടമ്പിനാടൊക്കെയാണ് ഫഹദിന് അതിൻ്റെ അത് ഒരു റഫറൻസ് ആയതെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് കണ്ടിരുന്നു ആ ചിത്രം. എന്തായാലും വളരെ നന്നായിട്ടുണ്ട്. ഫഹദിന്റെ സ്റ്റൈല് തന്നെയാണ്. നമ്മുടെ പറയുന്നതൊക്കെ ഒരു കേട്ടസി, നമ്മുടെ റെഫറൻസ് വെച്ചത് ഓക്കെ, പക്ഷെ അത് ഈസ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് ആണ്. നിരഞ്ജനയുടെ ഒരു കഥാപാത്രത്തെ കുറിച്ച് നിരഞ്ജേട്ട പറഞ്ഞ പോലെ സിത്താര എന്നാണ് ക്യാരക്ടറിന്റെ പേര്. ബാങ്കറാണ്.